ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഒരു കൊല്ലമായി മുടി വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ താരനും പേനും ഒക്കെ ആയിട്ട് മുടി ആദ്യം കോളായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആര്യൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ആരോട് ഞാൻ പറഞ്ഞിട്ട് മുടി എടുക്കുന്നത്. താരൻ ജസ്റ്റ് താരൻ നോക്കി നല്ലോണം താരൻ പേനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മുടി മുറിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഞാൻ മുടി മുറിക്കാൻ പോവാണ്. അപ്പോൾ മുടി മുറിക്കുന്ന വീഡിയോ ആട്ടോ. ഫുള്ള് മുട്ടയടിക്കും, ഒന്നിനും മുട്ടയടിക്കും അല്ലെങ്കിൽ മുറിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. മുട്ട അടിക്കാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ ഈ വർഷം ലാസ്റ്റ് മുട്ട അടിക്കാൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ പാറപ്പള്ളി വന്ന് തലേന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ നിറച്ചും പേനും താരനൊക്കെ കിട്ടി. അതുകൊണ്ട് അമ്മ എല്ലാവരും പറഞ്ഞു, ആൻറ്റിയും പറഞ്ഞു പോയി മുട്ട അടിച്ചോ. അതുകൊണ്ട് തന്നെ ഞാൻ പോയി മുട്ട അടിച്ചു. അതേ വഴിയിൽ മുടി കൊഴിച്ചിലും ഒക്കെ കാരണമായതുകൊണ്ടാണ് ഞാൻ പിന്നെ മുട്ട അടിക്കാൻ റീസൺ വന്നത്. സത്യം പറഞ്ഞു ഓക്കെ, സങ്കടമുണ്ട്. പക്ഷേ ഒരു വർഷത്തെ കഷ്ടപ്പാട് ഒറ്റയടിക്ക് പോകുമെന്ന് പറഞ്ഞത് അതൊരു സങ്കടമില്ലു. പക്ഷേ കുഴപ്പമില്ല, മുടിയല്ലേ വളരും. ഈ പ്രാവശ്യം വളർത്തി കാട്ട് അടിപൊളിയായിട്ട് ഞാൻ ഒരു വർഷം വളർത്തുന്നതാണ്. ഓക്കെ, അത് മുടി കുറച്ച് കെയർ ചെയ്തിട്ടാണ് അത് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ മൊത്തം ചെറുണ്ടാനിലെ തിരയാർ എടുപ്പിലാണ് നമ്മളെ ബാർബർ ചേട്ടൻ. ഇന്ത്യക്കാരനാണ്, ബയ്യാണ്. ഓക്കെ, നല്ല മസാജൊക്കെ ചെയ്ത് തന്നു, അടിപൊളിയായി ചെയ്തു. കണ്ടില്ലേ, എന്താ പറയുക, കണ്ണാടിക്ക് നോക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത് ഞാൻ തന്നെയാണോ ലാസ്റ്റ്. ഇപ്പോൾ മീശ എടുക്കാൻ പോവാണ്. സങ്കടമുണ്ട് മീശ എടുക്കുന്നതിന്, പക്ഷേ മീശ എടുത്താലേ കാര്യമില്ല, അല്ലെങ്കിൽ ഫുള്ള് കോമാളി പോലെയാവും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പ്രോപ്പർ ലുക്കില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ ഇറങ്ങി, ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പൈസ കൊടുത്ത് ഇറങ്ങി. വീട്ടിലെത്തിയ എല്ലാവരും റിയാക്ഷൻ നോക്കും. ഇതിൽ അവിടെയുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ല മുന്തിരി ജീക്ക് നോക്കണ്ട കൂടിയുണ്ട്. എങ്ങനെയുണ്ട് പുതിയ ലുക്ക്? കുറയ്ക്ക് ടി വി ഒക്കെ, ടി വി ആട്ടാക്ക്, ഓഫാക്ക്, കുഞ്ഞാപ്പിക്ക് ടി വി ഒക്കെ. എങ്ങനെയുണ്ട്? രസില്ല. കുഞ്ഞാപ്പിനെ നമുക്ക് ഇതാക്കാം. വാ 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 കുഞ്ഞാപ്പിനെ എല്ലാവരും പോയി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? വാ ഇങ്ങോട്ടാ നോക്ക്. എങ്ങനെയുണ്ട് കുച്ചു? പപ്പയാണോ പറഞ്ഞോണ്ട് മുട്ടടിക്കണം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. മറ്റൊക്കെ അപ്പാനെ നമുക്ക് വീഡിയോ കോൾ വിളിച്ച് നോക്കാം. ഓക്കെ, അപ്പാന്റെ റിയാക്ഷൻ നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഒരാളെ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? അയ്യോ, അപ്പയല്ല പറഞ്ഞ മുട്ടടിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ മുട്ടടിച്ച്? അടിപൊളിന്ന്. ഓക്കെ ഓക്കെ ഗൈസ്, എൻ്റെ ഫ്രണ്ടാണ്, ജോയലാണ്. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ജോയല നോക്കിക്കോ, എങ്ങനെയുണ്ടെന്ന് നീ പറയണം. ഹായ്, എങ്ങനെയുണ്ട്? ഞാൻ തന്നെ ചുമ്മാ താരനായിട്ട് കഴിയുന്നില്ല, അതുകൊണ്ട് മുട്ടടിച്ചു. എങ്ങനെയാണ്? ഞാൻ എൻ്റെ മുഖം തന്നെ കണ്ണാടി നോക്കിയപ്പോൾ നെട്ടിപ്പോയി. അടുത്ത ചേട്ടൻ്റെ കുഞ്ഞ് റിയാക്ഷൻ വീഡിയോ കേട്ടോ. എങ്ങനെയുണ്ട്? അടുത്ത പേര് ബെസ്റ്റ് ഗൈസ്, കുഞ്ഞൊരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ചേട്ടായിക്ക് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു, അപ്ലോഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ചേട്ടാ ഓൾറെഡി കണ്ടു. അതുകൊണ്ട് വലിയ റിയാക്ഷൻ ഇല്ല. ഞാൻ വിചാരിച്ചത് ചേട്ടാ എത്രയോട്ടൊന്ന് കാണും.
അത് പറ്റിപ്പോയത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഫുള്ള് മുട്ടയടിച്ചതും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ ബൈ.